Hi dears, again we are in our next history. Last day we stopped in 150 page number. Today we need to study the next topic, the people's Mahatma. No one didn't call me or no one didn't send any messages to me about the doubt of what we studied in the last class. So I think all you understood. So we need to complete this chapter today. The next topic, that is the people's Mahatma. We can see from the above that sometimes people thought of Gandhiji as a kind of messiah. അല്ലേ? മെസ്സിയ മീൻസ് ദൈവദൂതൻ. അതായത് മുകളിൽ നമ്മൾ കണ്ടു പല ആളുകളും പല രീതിയിലാണ് ഗാന്ധിജിയുടെ എന്താണ് മൂമെൻറ്റ്സ് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആ ഒരു ഐഡിയാസ് റിസീവ് ചെയ്തത്. അപ്പം അതിലൊന്നും മനസ്സിലാക്കാൻ പല ആളുകളും മനസ്സിലാക്കിയത് അല്ലേ, പീപ്പിൾ തോട്ട് ഓഫ് ഗാന്ധിജി ആളുകൾ ചിന്തിച്ചു ഗാന്ധിജി എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് മെസ്സിഹ അല്ലെങ്കിൽ ദൈവദൂതനായിട്ടാണ് ഗാന്ധിജി ആളുകൾ കണ്ടത്. ആസ് സംവൺ ഹൂ കുഡ് ഹെൽപ്പ് ദം ഓവർകം ദയർ മിസറി ആൻഡ് പോവർട്ടി. അതായത് ദൈവദൂതനാണ്, അയാൾ എന്ത് ചെയ്യും, തങ്ങളെ ഹെൽപ്പ് ചെയ്യും, അവരുടെ മിസറി, അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പോവർട്ടിയും ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഗാന്ധിജി എന്നാണ് അവർ മനസ്സിലാക്കിയത്. ഗാന്ധിജി വിഷ്ഡ് ടു ബിൽഡ് ക്ലാസ് യൂണിറ്റി. ഗാന്ധിജി എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പല ക്ലാസ്സസ് തമ്മിലുള്ള യൂണിറ്റി നിലനിർത്താൻ. നോട്ട് ക്ലാസ് കോൺഫ്ലിക്റ്റ്, ക്ലാസിൻ്റെ ബേസിൽ കോൺഫ്ലിക്റ്റ് അല്ല അയാൾ ഉദ്ദേശിച്ചത്, യൂണിറ്റിയാണ്. യെറ്റ് പെസൻസ് കുഡ് ഇമാജിൻ ദാറ്റ് ഹി വുഡ് ഹെൽപ്പ് ദം ഇൻ ദെയർ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ മന്ദാസ്. ഒരു ക്ലാസ്സിനെയും ഗാന്ധിജി എന്ത് ചെയ്യുന്നില്ല, ഒരു ക്ലാസ്സിനെയും പ്രതികൂലിക്കുന്നില്ല. എല്ലാ ക്ലാസ്സസിനെയും യൂണിറ്റിയാണ് അയാൾ ആവശ്യപ്പെട്ടത്. എന്നാൽ സാധാരണയായിട്ട് ഇന്ത്യയിലെ പെസൻസ് ജമീന്ദാസിനെതിരെയായിരുന്നു. ജമീന്ദാസ് എന്ന് പറഞ്ഞാൽ അവരാണ് ബ്രിട്ടീഷേഴ്സിൻ്റെ പകരമായിട്ട് പെസൻസിൽ നിന്ന് നികുതി പിരിച്ചിരുന്നത് കൃഷിയിടത്തിൽ നിന്ന്. അപ്പോൾ ജമീന്ദാസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഗാന്ധിജി തങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതായിരുന്നു പെസൻസ് ചിന്തിച്ചത്. ആൻഡ് അഗ്രികൾച്ചറൽ ലേബേഴ്സ് ചിന്തിച്ചത് ഹി വുഡ് പ്രൊവൈഡ് ദം ലാൻഡ്. ഗാന്ധിജി തങ്ങൾക്ക് ലാൻഡ് തരും കൾട്ടിവേഷൻ നടത്താനെന്നാണ് അവർ ചിന്തിച്ചത്. അറ്റ് ടൈംസ് ഓർഡിനറി പീപ്പിൾ ക്രെഡിറ്റഡ് ദാറ്റ്. എന്ന് സാധാരണ പീപ്പിൾ ആ സമയത്ത് ക്രെഡിറ്റ് ചെയ്തു എന്ത്, ഗാന്ധിജി വിത്ത് ദെയർ ഓൺ അച്ചീവ്മെൻറ്റ്സ് അല്ലേ. അതായത് തങ്ങളുടെ നേട്ടത്തിന് കാരണം ഗാന്ധിജിയാണ് എന്നുള്ളതാണ് അവർ ക്രെഡിറ്റ് ചെയ്തത്. ഫോർ ഇൻസ്റ്റൻസ് അറ്റ് ദ എൻഡ് ഓഫ് പവർഫുൾ മൂവ്മെൻറ്റ് അല്ലെ, ഫോർ എക്സാമ്പിൾ പവർഫുൾ ആയിട്ടുള്ള ആ മൂവ്മെൻറ്റിൻ്റെ അവസാനം പെസൻസ് ഓഫ് പ്രതാപഗാഹ് ഇൻ ദ യുണൈറ്റഡ് പ്രോവിൻസ് നൗ ഉത്തർപ്രദേശ് manages to stop illegal eviction of tenants. But they felt it was Gandhiji who had won this demand for them. At other times, using Gandhiji's name, tribal and peasants undertook action that did not conform to Gandhian ideals. At the times, ordinary people എന്ത് ചെയ്തു, അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടി അതെല്ലാം ഗാന്ധിജി നേടിത്തന്നതാണെന്ന് പറയാൻ തുടങ്ങി. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പവർഫുൾ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തി ഇന്നത്തെ ഉത്തർപ്രദേശിലെ അന്നത്തെ യുണൈറ്റഡ് പ്രോവിൻസസിലെ പ്രതാപ്ഗാഹ് എന്നുള്ള പ്ലേസിൽ പെസൻസ് എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ ഡിമാൻഡ് നേടിയെടുത്തു. അപ്പോൾ അത് എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്, മാനേജ് ടു സ്റ്റോപ്പ് ഇല്ലീഗൽ എവിക്ഷൻ ഓഫ് ടെനൻസ്. അതായത് ടെനൻസ് എന്ന് പറഞ്ഞാൽ പാട്ടക്കാരൻ. ഈ പെസൻസിന് എന്തുണ്ടാവില്ല, ഭൂമി ഉണ്ടാവില്ല കൃഷി ചെയ്യാൻ. അപ്പം എന്ത് ചെയ്യും, ഭൂമിയുള്ള ആളുകൾ എടുത്തുനിന്ന് എന്ത് ചെയ്യും, ഇവർ പാട്ടത്തിന് അല്ലെങ്കിൽ റെൻറ്റിന് ഭൂമി വാങ്ങും. എന്നിട്ട് ഭൂമി റെൻറ്റിന് വാങ്ങിയിട്ട് ഇവർ മാസത്തിൽ റെൻറ്റ് കൊടുക്കണം. അതിന് പകരമായിട്ട് പെസൻസ് എന്ത് ചെയ്യും, ആ ഭൂമിയിൽ കൾട്ടിവേഷൻ നടത്തി അവരെന്നെ അത് കൊയ്തെടുക്കുന്നു. ചില ടെനൻസ് എന്ത് ചെയ്തു, പാട്ടക്കാരെന്ത് ചെയ്തു, കൃഷി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ അവിടെയുള്ള പെസൻസിന് എന്ത് ചെയ്യും, നിർബന്ധപൂർവ്വം അത് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയും. അതാണ് ഇല്ലീഗൽ എവിക്ഷൻ, നിയമവിധേയമല്ലാതെ ഒഴിവാക്കുക. അപ്പോൾ ആ ഒരു നീതിയില്ലാതെ ആ ഒരു ഒഴിവാക്കുക, ടെനൻസ് നടത്തുന്ന ആ ഒരു ഇല്ലീഗൽ എവിക്ഷനെതിരായിട്ടാണ് പ്രതാപ്ഗാഹിലുള്ള പെസൻസ് ഫൈറ്റ് ചെയ്തിരുന്നത്. ആ ഒരു ഇല്ലീഗൽ എവിക്ഷൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സിന് ഹെൽപ്പോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ബട്ട് ദേ ഫെൽറ്റ്, അതിനുവേണ്ടി ഗാന്ധിജി ഒന്നും ചെയ്തിരുന്നില്ല. എന്നാലും അവർ ചിന്തിച്ചെന്ത്, ഇറ്റ് വാസ് ഗാന്ധിജി ഹു ഹാഡ് വോൺ ദിസ് ഡിമാൻഡ് ഫോർ ദം. ഗാന്ധിജിയാണ് തങ്ങൾക്ക് ഈ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്ത് തന്നെന്നുള്ളതാണ് അവർ വിശ്വസിച്ചത്. അറ്റ് അതർ ടൈംസ്, മറ്റു പലയിടങ്ങളിലോ യൂസിങ് ഗാന്ധിസ് നെയിം, ഗാന്ധിജിയുടെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ട്രൈബൽസ് ആൻഡ് പെസൻസ് അണ്ടർടുക്ക് ആക്ഷൻസ്, അതായത് അക്രമങ്ങൾ നടത്തി
ആര് പെസൻസും അതുപോലെ ട്രൈബൽസും എല്ലാം അവരുടെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയുധം ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്തു. ആക്ച്വലി ഗാന്ധിജി നോൺ വയലൻസ് ആണ് പറയുന്നത്, ആയുധം യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ആയുധം യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടും അവരെന്ത് ചെയ്തു, ഗാന്ധിജി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള കൺഫർമേഷനായിട്ട് അവർ മുന്നോട്ട് വന്നു. എന്നാൽ ഇത് ഗാന്ധിജിയുടെ ഐഡിയക്ക് എതിരായിട്ടാണെങ്കിൽ പോലും അതും അവരുടെ ഗാന്ധിജിയുടെ പേരിൽ പറയുകയാണ് ചെയ്തത്. ഓക്കെ, ദിസ് ഇസ് പീപ്പിൾസ് മഹാത്മ. നെക്സ്റ്റ്, ദ ഹാപ്പനിങ് ഓഫ് 1922 to 1929. മഹാത്മാഗാന്ധി, as you know, was against violent movement. നമ്മൾക്കറിയാം ഗാന്ധിജി വയലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെതിരെയാണ്. He abruptly called off non-cooperation movement when February 1922. ഫെബ്രുവരി 1922 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നുള്ള മൂവ്മെൻ്റ് ആൾ തിരിച്ചു വിളിച്ചു. എന്തുകൊണ്ട്? എ ക്രൗഡ് പെസൻസ് സെറ്റ് ഫയർ ടു പോലീസ് സ്റ്റേഷൻ ഇൻ ചൗരി ചൗര. ചൗരി ചൗര എന്നുള്ള പറഞ്ഞ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്നുള്ള പ്ലേസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷനെതിരെ എന്ത് ചെയ്തു, തീയിട്ടു. അവിടെ വെച്ച് 22 പോലീസ്മെൻ വർ കിൽഡ് ഓൺ ദാറ്റ്. ആ ദിവസം 22 ബ്രിട്ടീഷ് പോലീസേഴ്സ് കൊല്ലപ്പെട്ടു. ദ പെസൻസ് വർ പ്രൊവോക്ഡ് ബിക്കോസ് ദ പോലീസ് ഹാഡ് ഫയർഡ് ഓൺ ദം പീസ്ഫുൾ ഡെമോൺസ്ട്രേഷൻസ്. അതിന് കാരണമുണ്ട്, പീസ്ഫുള്ളായിട്ട് ഇന്ത്യൻസ് നടത്തിയിരുന്ന പ്രകടനത്തിന് നേരെ പോലീസേഴ്സ് എന്ത് ചെയ്തു, വെടിയുതിർത്തു. അതിന് പകരമായിട്ടാണ് ഇവർ എന്ത് ചെയ്തത്, അവരുടെ പോലീസ് സ്റ്റേഷന് തീയിട്ടത്. അപ്പോൾ ഗാന്ധിജി ആവശ്യപ്പെട്ടത് നോൺ വയലൻസ് ആണ്, വയലൻ്റ് ഇല്ലാതെയാണ്. എന്നാൽ പലയിടത്തും വയലൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു, അബ്രപ്റ്റ്ലി കോൾഡ് ഓഫ്. നിരാശപൂർവ്വം ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. വൺസ് എ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ഓവർ, ഗാന്ധിജീസ് ഫോളോവേഴ്സ് സ്ട്രെസ്ഡ് ദാറ്റ് ദ കോൺഗ്രസ് മസ്റ്റ് അണ്ടർടേക്ക് കൺസ്ട്രക്റ്റീവ് വർക്ക് ഇൻ ദ റൂറൽ ഏരിയാസ്. അല്ലേ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരിക്കൽ നിർത്തിയപ്പോൾ ഗാന്ധിജീസ് ഫോളോവേഴ്സ് സ്ട്രെസ്ഡ്, ഗാന്ധിജിയുടെ കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്തു, കൂടുതൽ പ്രാധാന്യം കൊടുത്തു. കോൺഗ്രസ് മസ്റ്റ് അണ്ടർടേക്ക് കൺസ്ട്രക്റ്റീവ് വർക്ക് ഇൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയാസിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് എന്ത് ചെയ്തു, പ്രാധാന്യം കൊടുത്തു. അതർ ലീഡേഴ്സ് സച്ചാസ്, മറ്റുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ചിത്തൻ രഞ്ജൻ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു argued that the party should fight election to the council and enter them in order to influence government policies. അല്ലെ, പാർട്ടി ബ്രിട്ടീഷേഴ്സ് നടത്തുന്ന ഇലക്ഷനിലൊന്നും പങ്കെടുക്കാതെ ഇലക്ഷനെല്ലാം ബോയ്ക്കോട്ട് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്ത്. എന്നാൽ ചില ലീഡേഴ്സ് ആയിട്ടുള്ള ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു ഇവരെല്ലാം എന്ത് ചെയ്തു, കോൺഗ്രസ് പാർട്ടി ബ്രിട്ടീഷേഴ്സ് നടത്തുന്ന ഇലക്ഷനിൽ മത്സരിക്കണം, എന്നിട്ട് കൗൺസിൽ എൻ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ ഇന്ത്യൻസിന് അനുകൂലമായിട്ടുള്ള പോളിസീസ് കൊണ്ടുവരണമെന്നാണ് ഇവർ പറയുന്നത്. ത്രൂ സിൻസിയർ സോഷ്യൽ വർക്ക് ദ വില്ലേജസ് ഇൻ മിഡ് 1920s ദ ഗാന്ധിയൻ വർ ഏബിൾ ടു എക്സ്റ്റെൻഡ് ദെയർ സപ്പോർട്ട് ബേസ്. അല്ലെ, സിൻസിയർ സോഷ്യൽ വർക്കേഴ്സ് ആത്മാർത്ഥമായിട്ടുള്ള സമൂഹത്തിൽ പ്രവർത്തിച്ചു. ആര്, മിഡ് 1920s വില്ലേജ് ഏരിയാസിൽ ഗാന്ധിജിയുടെ ഫോളോവേഴ്സ്. ഗാന്ധിയൻസ് വർ ഏബിൾ ടു എക്സ്റ്റെൻഡ് ദെയർ സപ്പോർട്ട് ബേസ്, ഗാന്ധിയൻസ് അവരുടെ സപ്പോർട്ട് കൂട്ടാൻ അത് ഹെൽപ്പായി, എല്ലാ വില്ലേജസും ഇവരുടെ കൂടെ നിന്നു. ദിസ് പ്രൂവ്ഡ് ടു ബി വെരി യൂസ്ഫുൾ ഇൻ ലോഞ്ചിങ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇൻ 1930. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ഗ്രൂപ്പും ഗാന്ധിജിയുടെ വർക്കുമായിട്ട് സപ്പോർട്ടായി. അങ്ങനെ 1930 മറ്റൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. Two important developments of the mid-1920s were the formation of രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻറ്റ്സ് ആയിരുന്നു 1920 ക്രിയേറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അല്ലേ, ആ ഓർഗനൈസേഷൻ അന്നാണ് സ്റ്റാർട്ട് ചെയ്തത് 1920. ഹിന്ദുസിൻ്റെ ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. എ ഹിന്ദു ഓർഗനൈസേഷൻ ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി കൂടി ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ CPI, അല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പാർട്ടിയും സ്റ്റാർട്ട് ചെയ്തത് 1920. ദീസ് പാർട്ടീസ് ഹാവ് ഹെൽഡ് വെരി ഡിഫറെൻറ്റ് ഐഡിയാസ് അബൌട്ട് ദ കൈൻഡ് ഓഫ് കൺട്രി ലൈക്ക് ഷുഡ് ബി. അല്ലേ, ഈ പാർട്ടി എന്ത് ചെയ്തു, ഡിഫറെൻറ്റ് ഐഡിയാസ് കൊണ്ടുവന്നു. എങ്ങനെയായിരിക്കണം ഒരു ഇന്ത്യ എന്നുള്ളതിൻ്റെ പല ഐഡിയാസും കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. Then find out about their ideas with the help of your teacher. The revolutionary nationalist Bhagat Singh too was active in this period. ആ സമയത്ത് നമ്മൾ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ലീഡറും ആ സമയത്തായിരുന്നു ഇന്ത്യയിൽ നേതൃത്വം നയിച്ചിരുന്നത്. ഓക്കെ,
ദ ഡീക്കേഡ് ക്ലോസർ അല്ലേ, ആ ഒരു വർഷം, ആ ഒരു 10 വർഷം കഴിഞ്ഞു. വിത്ത് ദ കോൺഗ്രസ് റിസോൾവിങ് ടു ഫൈറ്റ് ഫോർ പൂർണ്ണ സ്വരാജ്. കോൺഗ്രസ് എന്ത് ചെയ്തു? ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്. ഈ 1929 അണ്ടർ ദ പ്രസിഡൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസിഡൻഷിപ്പിലായിരുന്നു കോൺഗ്രസ് പൂർണ്ണ സ്വരാജിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തത്. കോൺസിക്വൻ്റ്ലി ഇൻഡിപെൻഡൻസ് ഡേ ഒബ്സർവ്ഡ് ഓൺ 26 ജാനുവരി 1930 ഓൾ ഓവർ ദ കൺട്രി. അവർ ആ സമ്മേളനത്തിൽ, കോൺഗ്രസിൻ്റെ ആ സമ്മേളനത്തിന് അവർ എന്ത് ചെയ്തു? 1930 ജാനുവരി 26 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അവർ ഫൈൻഡ് ചെയ്തു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ് ഒഫീഷ്യലി ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് കിട്ടുന്നത് 1947 എന്നാണ്, ഓഗസ്റ്റ് 15 അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ദ മാർച്ച് ടു ദണ്ഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ മാർച്ച്, ദണ്ഡി മാർച്ച് എന്നൊക്കെ അല്ലേ. ഗാന്ധിജി നയിച്ചിരുന്നൊരു മാർച്ചാണ് ദണ്ഡി മാർച്ച് അല്ലേ. വാട്ട് അബൌട്ട് ദാറ്റ് ദണ്ഡി മാർച്ച്? പൂർണ്ണ സ്വരാജ് വുഡ് നെവർ കം ഓൺ ഇറ്റ്സ് ഓൺ. പൂർണ്ണ സ്വരാജ് അല്ലേ, സ്വന്തം രാജ്യം സ്വമേധ ഇങ്ങോട്ട് വരില്ല. ഇറ്റ് ഹാഡ് ടു ബി ഫോർട്ട് ഫോർ. അതിനുവേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇൻ 1930 ഗാന്ധിജി ഡിക്ലെയർഡ് ദാറ്റ് ഹി വുഡ് ലീഡ് എ മാർച്ച് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ. ആ സമയത്ത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ഒരു നിയമമാണ് സോൾട്ട് ലോ. അതായത് അതുവരെ ഏതൊരു ഇന്ത്യൻസിനും കടലിലെ വെള്ളം ബോയിൽ ചെയ്തിട്ട് വറ്റിച്ചിട്ട് ഉപ്പ് ഉണ്ടാക്കാമായിരുന്നു. ഏത് സാധാരണക്കാരനും ക്യാഷ് കൊടുക്കാതെ ഉപ്പ് തങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കാമായിരുന്നു. അവർക്ക് വിൽക്കാനും പറ്റുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷേഴ്സ് ഒരു നിയമം കൊണ്ടുവന്നു. ഉപ്പ് ഉണ്ടാക്കാനുള്ള അവകാശം ബ്രിട്ടീഷേഴ്സിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അതിനെതിരെയായിട്ടാണ് എന്ത് ചെയ്ത് ഗാന്ധിജിയും അയാളുടെ ഫോളോവേഴ്സും എന്ത് ചെയ്ത് ദണ്ഡി മാർച്ച് നടത്തിയത്. ഗാന്ധിജി ഡിക്ലെയർ ദാറ്റ് ഹി വുഡ് ലീഡ് എ മാർച്ച് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ. ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് തങ്ങളൊരു മാർച്ച് നടത്തുമെന്ന് അയാൾ ഡിക്ലെയർ ചെയ്തു. അക്കോർഡിംഗ് ടു ദിസ് ലോ അല്ലേ, ഉപ്പ് നിയമം എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഹാഡ് എ മൊണോപ്പൊളി ഓൺ ദ മാനുഫാക്ചറിങ് ആൻഡ് സെയിൽ ഓഫ് സോൾട്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാത്രമേ മൊണോപ്പൊളി ഉള്ളൂ, അല്ലെങ്കിൽ അവകാശമുള്ളൂ ഉപ്പ് മാനുഫാക്ചർ ചെയ്യാനും ഉണ്ടാക്കാനും സെയിൽ ചെയ്യാനും വിൽക്കാനും. അപ്പോൾ മഹാത്മാഗാന്ധി അലോങ് വിത്ത് അതർ നാഷണലിസ്റ്റ് റീസൺ ദാറ്റ് ഇറ്റ് വാസ് സിൻഫുൾ. ഗാന്ധിജി അയാളുടെ കൂടെയുള്ള ആളുകളെല്ലാം മനസ്സിലാക്കി ഇത് പാപമാണ് അല്ലേ. ടു ടാക്സ് സോൾട്ട് സിൻസ് ഇറ്റ് ഇസ് സച്ച് ആൻ എസെൻഷ്യൽ ഐറ്റം ഓഫ് അവർ ഫുഡ്. എല്ലാ പാവപ്പെട്ടവൻ്റെയും പണക്കാരുടെയും ഫുഡിലെ എസെൻഷ്യൽ ഐറ്റമാണ് സോൾട്ട്. അതുകൊണ്ട് തന്നെ ഇത് പാപമാണെന്ന് അവർ മനസ്സിലാക്കി. ദ സോൾട്ട് മാർച്ച് റിലേറ്റഡ് ടു ജനറൽ ഡിസയർ ഓഫ് ഫ്രീഡം ടു എ സ്പെസിഫിക് ഗ്രിവൻ ഷെയർഡ് ബൈ ദ എവരിബഡി. എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സോൾട്ട് അല്ലേ. അപ്പോൾ ആ സോൾട്ട് മാർച്ച് എന്ത് ചെയ്തു? ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു മാർച്ചായിട്ട് മാറി. ആൻഡ് ദസ് ഡിഡ് നോട്ട് ഡിവൈഡ് ദ റിച്ച് ആൻഡ് പുവർ. അവിടെ പാവപ്പെട്ടവരും പണക്കാരനും വേർതിരിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഐറ്റമാണ് സോൾട്ട്. Then Gandhiji and his followers marched for over 240 miles from Sabarmati to the coastal town of Dandi. അയാളുടെ ആശ്രമമായിരുന്ന സബർമതിയിൽ നിന്ന് കോസ്റ്റൽ ടൗൺ ആയിട്ടുള്ള ദണ്ഡിയിലോട്ട് നടന്നിട്ടാണ് അവർ ആ മാർച്ച് നടത്തിയത്. എത്രത്തോളം നടന്നു? 240 മൈൽസ് അവർ നടന്നു. ദെൻ ദേ ബ്രോക്ക് ദ ഗവൺമെൻറ് ലോ. ഗവൺമെൻറ്റിൻ്റെ സോൾട്ട് ലോ അവരെന്ത് ചെയ്തു? ബ്രോക്ക് ചെയ്തു, ലംഘിച്ചു. ബൈ ഗാദറിങ് നാച്ചുറൽ സോൾട്ട് ഫൗണ്ട് ഓൺ സീഷോർ. കടൽപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്തു? വെള്ളം ശേഖരിച്ചിട്ട് ബോയിൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? അവർ ഉപ്പുണ്ടാക്കി. അപ്പോൾ ഗാന്ധിജിയുടെ ഉപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇവർ ലംഘിക്കുകയാണ് ചെയ്തത്. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ആൻഡ് ബോയിലിംഗ് സീ വാട്ടർ ടു പ്രൊഡ്യൂസ് സോൾട്ട്. പെസൻസ്, ട്രൈബൽസ് ആൻഡ് വുമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലാർജ് നമ്പേഴ്സ് അല്ലെ. പെസൻസും ട്രൈബൽസും വുമൺ എല്ലാം ഈ മാർച്ചിൽ ഒരുപാട് എണ്ണം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എ ബിസിനസ് ഫെഡറേഷൻ പബ്ലിഷ്ഡ് എ പാംഫ്ലെറ്റ് ഓൺ ദ സോൾട്ട് ഇഷ്യൂ. ഒരു ബിസിനസ് ഫെഡറേഷൻ പനയോലയിൽ സോൾട്ടിൻ്റെ ഈ ഒരു ഇഷ്യൂ എഴുതി വെച്ചു എന്നാണ് പറഞ്ഞത്. ദ ഗവൺമെൻറ് ട്രൈഡ് ടു ക്രഷ് ദ മൂവ്മെൻറ്റ്. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു മൂവ്മെൻറ്റും തകർക്കാൻ ശ്രമിച്ചു. ത്രൂ ബ്രൂട്ടൽ ആക്ഷൻ. അതും ക്രൂരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ. ആക്ഷൻ എഗെയിൻസ്റ്റ് പീസ്ഫുൾ സത്യാഗ്രഹീസ്. തൗസൻഡ്സ് were sent to ജയിൽ. പലരെയും അടിച്ചമർത്തി അരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? ജയിലിലിട്ടു. ദ കമ്പൈൻഡ് സ്ട്രഗിൾ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ബോർ ഫ്രൂട്ട് when the Government of India Act of 1935 prescribed അല്ലെ. കമ്പൈൻഡ് സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ പീപ്പിളിൻ്റെ എല്ലാവരുടെയും ഒന്നായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ കൊണ്ട് ബോർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫലം കണ്ടു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു 1935. അത് പ്രിസ്ക്രൈബ് ചെയ്തു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രൊവിൻഷ്യൽ ഓട്ടോണമി. എന്താണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി? താഴെ ഉണ്ട് ആ പേജിൽ.
പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദ പ്രോവിൻസസ് ടു മേക്ക് റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് വൈൽ റിമൈനിങ് വിത്തിൻ ദ ഫെഡറേഷൻ. ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് റിമൈനിങ് വിത്തിൻ ദ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് കപ്പാസിറ്റി ഓഫ് പ്രോവിൻസസ്, അവിടെ ഇന്ത്യൻ പ്രോവിൻസസിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കും എന്തിനു വേണ്ടി, മേക്ക് റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്, അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ എന്താണ് സമ്മതമില്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഓരോ പ്രോവിൻസസിനും കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ബ്രിട്ടീഷേഴ്സിന് കൂടെ നിന്നുകൊണ്ട് അതാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ്. ആൻഡ് ദ ഗവൺമെൻറ് അനൗൺസ്ഡ് എലക്ഷൻസ് ടു ദ പ്രൊവിൻസസ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് ഇൻ 1937 എലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. ദ കോൺഗ്രസ് ഗവൺമെൻറ് ഫോംഡ് ഇൻ 7 out of 11 provinces. കോൺഗ്രസ് പാർട്ടി ആ സമയത്ത് മത്സരിച്ചു. 11 സീറ്റിൽ 7 സീറ്റ് വാങ്ങി കോൺഗ്രസ് നേടിയെടുത്തു. ഇൻ സെപ്റ്റംബർ 1939 ആഫ്റ്റർ 2 years ഓഫ് കോൺഗ്രസ് റൂൾ ഇൻ പ്രൊവിൻസസ്, 2 വർഷത്തോളം കോൺഗ്രസ് റൂൾ ചെയ്തു. അങ്ങനെ 1939 ദ സെക്കൻഡ് വാർ ബ്രോക്ക് ഔട്ട്, 2ാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾക്കറിയാം 2 വേൾഡ് വാർസ് ആണുള്ളത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യയിലെ കോമൺ പീപ്പിൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തു അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ഓഫ് ഹിറ്റ്ലർ, കോൺഗ്രസ് ലീഡേഴ്സ് വർ റെഡി ടു സപ്പോർട്ട് ദ ബ്രിട്ടീഷ് വാർ എഫോർട്ട്. ഹിറ്റ്ലർ എന്ന ആ നേതാവിനെതിരെ കോൺഗ്രസ് ലീഡേഴ്സ് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് വാർ എഫോർട്ട്, ബ്രിട്ടീഷേഴ്സിനെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ബട്ട് ഇൻ റിട്ടേൺ ദേ വാണ്ടഡ് ദാറ്റ് ഇന്ത്യ ബി ഗ്രാൻഡഡ് ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ദ വാർ. എന്നാൽ ഇന്ത്യൻസ് ആവശ്യപ്പെട്ടു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫുൾ ഇൻഡിപെൻഡൻസ് തങ്ങൾക്ക് വേണമെന്ന് ഇന്ത്യൻസ് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെന്നെങ്കിൽ തങ്ങൾ യുദ്ധത്തിൽ ഹിറ്റ്ലറെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷേഴ്സിൻ്റെ കൂടെ ബ്രിട്ടീഷേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുമെന്നവർ ഇന്ത്യൻ ലീഡേഴ്സ് അറിയിച്ചു ബ്രിട്ടീഷേഴ്സിനെ. എന്നാൽ ബ്രിട്ടീഷ് റിഫ്യൂസ് ടു കൺസിഡർ ദ ഡിമാൻഡ്. എന്നാൽ ആ ഡിമാൻഡ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞാലും ഇൻഡിപെൻഡൻസ് കൊടുക്കാമെന്നുള്ള ഡിമാൻഡ് അവർ സമ്മതിച്ചില്ല. ദ കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻഡ് ഇൻ പ്രൊട്ടസ്റ്റ്. അങ്ങനെ 2 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഗവൺമെൻറ് എന്ത് ചെയ്തു, പിരിഞ്ഞു പോന്നു ഇൻ പ്രൊട്ടസ്റ്റ്, അതായത് ബ്രിട്ടീഷേഴ്സിനെതിരെ നിന്നുകൊണ്ട്. ദെൻ ക്വിറ്റ് ഇന്ത്യ ആൻഡ് ലേറ്റർ. വാട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ? Mahatma decided to initiate a new phase of movement against British in the middle of the Second World War. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പകുതിയോളമായപ്പോൾ ഗാന്ധിജി തീരുമാനിച്ചു മറ്റൊരു ന്യൂ ഫേസ് ഓഫ് മൂവ്മെൻറ്റ്, മറ്റൊരു മൂവ്മെൻറ്റിൻ്റെ പുതിയൊരു രൂപം സ്റ്റാർട്ട് ചെയ്യണം എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്ന് ഗാന്ധിജി ഡിസൈഡ് ചെയ്തു. ദ ബ്രിട്ടീഷ് മസ്റ്റ് ക്വിറ്റ് ഇന്ത്യ ഇമ്മീഡിയറ്റ്ലി ടു ടോൾഡ് ദം. ബ്രിട്ടീഷേഴ്സ് നിർബന്ധമായിട്ടും ഇന്ത്യ വിട്ട് പോകണമെന്ന് എന്ത് ചെയ്തു, ഗാന്ധിജി അവരോട് പറഞ്ഞു. ടു ദ പീപ്പിൾ ഹി സെഡ്, അല്ലെ, ആളുകളോട് ഇയാൾ പറഞ്ഞു, ഡു ഓർ ഡൈ, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇൻ യുവർ എഫേർട്ട് ടു ഫൈറ്റ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് അയാളുടെ ആ ഒരു മുദ്രാവാക്യം, ഡു ഓർ ഡൈ എന്നുള്ളത് അല്ലേ. ബട്ട് യു മസ്റ്റ് ഫൈറ്റ് നോൺ വയലൻ്റ്ലി. ഗാന്ധിജി ആൻഡ് അതർ ലീഡേഴ്സ് വർ ജയിൽഡ് അറ്റ് വൺസ് ബട്ട് ദ മൂവ്മെൻറ്റ് സ്പ്രെഡ്. ആ സമയത്ത് തന്നെ ഗാന്ധിജിയും ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സിനെല്ലാം ജയിലിലടച്ചു. എന്നാൽ അവരില്ലാതെയും ആളുകൾ എന്ത് ചെയ്തു, ഈ മൂവ്മെൻറ്റ് സ്പ്രെഡ് ചെയ്തു, പലയിടത്തോട്ടും വ്യാപിപ്പിച്ചു. ഇറ്റ് സ്പെഷ്യലി എന്നാൽ ആ സമയത്തും ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഫൈറ്റ് ചെയ്യണം, നോൺ വയലൻ്റ് ആയിട്ട് വയലൻസ് യൂസ് ചെയ്യരുതെന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞത്. ഇറ്റ് സ്പെഷ്യലി അട്രാക്റ്റഡ് പെസൻസ് ആൻഡ് യൂത്ത് ഹു ഗേവ് അപ്പ് ദെയർ സ്റ്റഡീസ് ടു ജോയിൻ ഇറ്റ്. ഇത് മെയിനായിട്ടും അട്രാക്ട് ചെയ്തത് പെസൻസിനെയും അതുപോലെ യുവാക്കളെയും ആയിരുന്നു. അവരെന്ത് ചെയ്തു, പഠനമെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തു. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സിംബൽസ് ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി വർ അറ്റാക്ട് ഓൾ ഓവർ ദ കൺട്രി അല്ലേ. അതായത് ബ്രിട്ടീഷേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ബ്രിട്ടീഷേഴ്സിൻ്റെ തോന്നിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു ഓൾ ഓവർ ദ കൺട്രി. ഇൻ മെനി ഏരിയാസ് ദ പീപ്പിൾ സെറ്റ് അപ്പ് ദെയർ ഓൺ ഗവൺമെൻറ്റ്സ്. പല ഏരിയാസിലും തങ്ങളുടേതായിട്ടുള്ള ഗവൺമെൻറ് ഫോം ചെയ്തു ആളുകൾ. ദ ഫസ്റ്റ് റെസ്പോൺസ് ബ്രിട്ടീഷ് വാസ് സീവിയർ റെപ്രഷൻ. ആദ്യത്തെ ബ്രിട്ടീഷേഴ്സിൻ്റെ റെസ്പോൺസ് അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു, ആയുധങ്ങൾ ഉപയോഗിച്ച്. എന്നാൽ ബൈ ദ എൻഡ് ഓഫ് 1943 ഓവർ 90,000 പീപ്പിൾ വർ അറസ്റ്റ് ആൻഡ് അറൗണ്ട് 1,000 killed in police firing. In many areas, orders were given to machine gun crowds from airplanes അല്ലെ. വിമാനത്തിൽ നിന്നുള്ള എന്താണ് മെഷീൻ ഗണ്ണ്, അതായത് വലിയൊരു മെഷീനാണ്, അതിൽ നിന്ന് തീ തുപ്പുകയാണ് ചെയ്യുന്നത്. ആ മെഷീൻ ഗണ്ണ് യൂസ് ചെയ്തിട്ട്
യൂസ് ചെയ്തു. ആളുകളെ കൊല്ലാൻ പലയിടത്തും ബ്രിട്ടീഷേഴ്സ് ഓർഡർ കൊടുത്തു. ദ റെബല്യൻ ഹൗവർ അൾട്ടിമേറ്റ്ലി ബ്രോഡ് ദ രാജ് ടു ഇറ്റ്സ് നീസ്. എന്നാൽ അതുകൊണ്ടൊന്നും ഇന്ത്യൻസ് പരാജയപ്പെട്ടില്ല. എത്ര ആളുകൾ കൊല്ലപ്പെട്ടാലും എത്ര ആളുകൾ ജയിലിലടച്ചാലും സ്വരാജിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തു. അവസാനം എന്ത് ചെയ്തു? രാജ് ടു ഇറ്റ്സ് നീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിൻ്റെ കയ്യിൽ സ്വതന്ത്രം, ഇൻഡിപെൻഡൻസ് കിട്ടി എന്ന് തന്നെയാണ് പറയേണ്ടത്. ദെൻ അതിനുശേഷമാണ് ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. ആ സമയത്ത് തന്നെ പാർട്ടീഷൻ നടന്നു. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യമായിട്ട്, ഒറ്റ രാജ്യമായിരുന്നു, അത് രണ്ട് കൺട്രീസ് ആയിട്ട് മാറി. മീൻ വൈൽ ഇൻ 1940 ദ മുസ്ലിം ലീഗ് ഹാഡ് മൂവ്ഡ് എ റെസൊല്യൂഷൻ ഡിമാൻഡിങ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഫോർ മുസ്ലിം ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഏരിയാസ് ഓഫ് ദ കൺട്രി. അല്ലേ, 1940 മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഹാഡ് മൂവ്ഡ് എ റെസൊല്യൂഷൻ ഡിമാൻഡിങ്, ഒരു ഡിമാൻഡ് വെച്ചു ആ സമയത്ത് മുസ്ലിം ലീഗ്, ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ഫോർ മുസ്ലിംസ് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് വേണം എന്നുള്ളത്, നോർത്ത് വെസ്റ്റിലും ഈസ്റ്റേൺ ഏരിയാസ് ഓഫ് ദ കൺട്രിയിലും. ദ റെസൊല്യൂഷൻ ഡിഡ് നോട്ട് മെൻഷൻ പാർട്ടീഷൻ ഓഫ് പാകിസ്ഥാൻ. എന്നാൽ അവരൊരിക്കലും പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. വൈ ഡിഡ് ദ ലീഗ് ആസ്ക് ഫോർ ആൻ ഓട്ടോണമസ് അറേഞ്ച്മെന്റ് ഫോർ ദ മുസ്ലിം ഓഫ് ദ സബ് കോണ്ടിനെന്റ്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് നടത്താൻ കാരണം? ഫ്രം ലേറ്റ് 1930s ലീഗ് ബിഗാൻ വീവിങ് ദ മുസ്ലിം ആസ് എ സെപ്പറേറ്റ് നാഷൻ ഫ്രം ദ ഹിന്ദുസ്. അല്ലേ, 1930 തൊട്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി കാണാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള, അല്ലെ, ഹിന്ദുസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നാഷൻ അവർക്ക് വേണം എന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടായി. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. ഇൻ ഡെവലപ്പിംഗ് ദിസ് നോഷൻ it have been influenced by the history of tension between some Hindu and Muslim groups in the 1920 and 1930. അതായത് 1920ക്കും 1930ക്കും ഇടയിൽ സം ഹിന്ദു ഗ്രൂപ്പ്സും സം മുസ്ലിം ഗ്രൂപ്പ്സും എന്ത് ചെയ്തു? ഒരുപാട് കമ്മ്യൂണൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, അക്രമങ്ങൾ ക്രിയേറ്റ് ചെയ്തു മതത്തിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് ഇനിയും അത്തരത്തിലുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുമെന്നുള്ള കാരണം പേടികൊണ്ടാണ് അവർ സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് മുസ്ലിംസിന് വേണമെന്നവർ ഡിമാൻഡ് ചെയ്തത്. ദെൻ more importantly, the provincial elections of 1937 seemed to have convinced the League that Muslims were a minority and they would always have to play second role in any democratic culture. മാത്രമല്ല 1937 എന്ത് ചെയ്തു? കോൺഗ്രസ് ഗവൺമെൻറ് ഫോം ചെയ്തു ഇലക്ഷൻ കഴിഞ്ഞതിന്, അല്ലെ, ഇലക്ഷൻ ആഫ്റ്റർ. ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലീഗിന് മനസ്സിലായി മുസ്ലിംസ് മൈനോറിറ്റി ഗ്രൂപ്പാണ്, കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. ആൻഡ് ദേ വുഡ് ഓൾവേസ് ഹാവ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ ഇൻ എനി ഡെമോക്രാറ്റിക് സ്ട്രക്ചർ. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചറിലും സെക്കൻഡ് സ്റ്റെപ്പ് മാത്രമേ, അല്ലെങ്കിൽ സെക്കൻഡ് റോള് മാത്രമേ തങ്ങൾക്ക് കിട്ടൂ എന്നവർക്ക് തോന്നി. അതുകൊണ്ടാണ് സെപ്പറേറ്റ് സ്റ്റേറ്റ്സ് വേണമെന്നവർ ആവശ്യപ്പെട്ടത്. ഇറ്റ് ഫിയർഡ് ദാറ്റ് മുസ്ലിംസ് മേ ഈവൻ ഗോ അൺറെപ്രസെൻറ്റഡ്. അവർ ഭയപ്പെട്ടു മുസ്ലിംസിന് റെപ്രസെൻറ്റേഷൻ കിട്ടില്ലേ എന്നുള്ള പേടിയായി. ദ കോൺഗ്രസസ് റിജക്ഷൻ ഓഫ് ദ ലീഗ്സ് ഡിസയർ ടു ഫോം എ ജോയിൻറ്റ് കോൺഗ്രസ് ലീഗ് ഗവൺമെൻറ് ഇൻ ദ യുണൈറ്റഡ് പ്രൊവിൻസസ് ഇൻ 1937. ആ സമയത്ത് തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു മുസ്ലിം ലീഗ് സെപ്പറേറ്റ് നാഷൻ. എന്നാൽ കോൺഗ്രസ് ആ ഡിമാൻഡ് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് കോൺഗ്രസ് ലീഗ് ഗവൺമെൻറ് എന്നുള്ള ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ് ചെയ്തത് 1937. ഓൾസോ അനോയ്ഡ് ദ ലീഗ്, അല്ലേ, അത് ലീഗ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ദെൻ ദ കോൺഗ്രസ് ഫെയിലിയർ ടു മൊബിലൈസ് മുസ്ലിം മാസസ് ഇൻ 1930s. മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം ഗ്രൂപ്പ്സിന് 1930 തങ്ങളുടെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ലീഗ് ടു വൈഡൻ ഇറ്റ് സോഷ്യൽ സപ്പോർട്ട്. ആ സമയത്ത് ലീഗ് എന്ത് ചെയ്തു? സൊസൈറ്റിയിലുള്ളവരുടെ സപ്പോർട്ട് വൈഡൻ ആക്കാൻ ശ്രമിച്ചു. ഇറ്റ് സോട്ട് ടു എൻലാർജ് ഇറ്റ് സപ്പോർട്ട് ഇൻ ദ ഏർലി 1940s. 1940s ഇയാളുടെ മുസ്ലിം ലീഗിന് സപ്പോർട്ട് കൂടി. വെൻ മോസ്റ്റ് കോൺഗ്രസ് ലീഡേഴ്സ് വെർ ഇൻ ജയിൽ. ആ സമയത്ത് പല കോൺഗ്രസ് ലീഡേഴ്സും ജയിലിലായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ വാർ ഇൻ 1945 ദ ബ്രിട്ടീഷ് ഓപ്പൺ നെഗോസിയേഷൻസ് ബിറ്റ്വീൻ കോൺഗ്രസ്. 1945 യുദ്ധത്തിന് ശേഷം കോൺഗ്രസുമായിട്ട് എന്ത് ചെയ്തു? ചർച്ചകൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്തു, ലീഗ് സ്റ്റാർട്ട് ചെയ്തു. ദ ടോക്സ് ഫെയിൽഡ് ബിക്കോസ് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ആ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു, കാരണം ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദ ടോക്സ് ഫെയിൽഡ് ബിക്കോസ് ദ ലീഗ് സോ ഇറ്റ്സെൽഫ് ആസ് എ സോൾ സ്പോക്ക് പേഴ്സൺ ഓഫ് ദ ഇന്ത്യൻ മുസ്ലിംസ്. ആ ചർച്ച പരാജയപ്പെടുകയാണ് ചെയ്തത്, കാരണം ലീഗ് എന്നുള്ളൊരു പാർട്ടി മാത്രമേ ഉള്ളൂ മുസ്ലിംസിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാനുണ്ടായിരുന്നത്.
So the Congress could not accept this claim since a large number of Muslims still supported it. കോൺഗ്രസ് ഒരിക്കലും ആ ഒരു ഡിമാൻഡ് അനുവദിച്ചു കൊടുത്തില്ല, ഏത് സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിംസ് എന്നുള്ളത്. കാരണം അപ്പോഴും ഒരുപാട് മുസ്ലിംസ് കോൺഗ്രസിൻ്റെ അംഗങ്ങളായിരുന്നു എന്നുള്ള കാരണത്താൽ. Then election to the provinces were again held in 1946. 1946 വീണ്ടും ഇലക്ഷൻ നടന്നു. The Congress did well in general constituencies. ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി. അതിൽ കോൺഗ്രസ് എന്ത് ചെയ്തു, നല്ല രീതിയിൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടി, അതായത് വോട്ട് കിട്ടി. ബട്ട് ദ ലീഗ് സക്സസ് ഇൻ ദ സീറ്റ്സ് റിസർവ്ഡ് ഫോർ മുസ്ലിംസ് വാർ സ്പെക്ടാക്കുലർ, അല്ലേ? മുസ്ലിംസ് വാർ സ്പെക്ടാക്കുലർ, അതായത് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ഉള്ള റിസർവ്ഡ് സീറ്റ്സിൽ മാത്രമേ ലീഗിന് വിജയിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് പെർസിസ്റ്റഡ് വിത്ത് ഇറ്റ്സ് ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ. അങ്ങനെയാണ് പാകിസ്ഥാൻ എന്നുള്ളൊരു ഡിമാൻഡ് ആ സമയത്ത് നിലവിൽ വന്നത്. ഇൻ മാർച്ച് 1946 ദ ബ്രിട്ടീഷ് ക്യാബിനറ്റ് സെൻഡ് എ 3-member മിഷൻ ടു ഡൽഹി ടു എക്സാമിൻ ഹിസ് ഡിമാൻഡ് ആൻഡ് ടു സജസ്റ്റ് എ സ്യൂട്ടബിൾ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഫോർ എ ഫ്രീ ഇന്ത്യ. അല്ലേ, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിന് ഫ്രീഡം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. എങ്കിലും ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിലോട്ട് എന്ത് ചെയ്തു, ഒരു 3-member മിഷന് 3 അംഗമുള്ള ആളെ സെൻഡ് ചെയ്തു. എന്താണ് ഡൽഹിയിലെ പ്രോബ്ലം എന്ന് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ അവരോട് പറഞ്ഞു. ദിസ് മിഷൻ സജസ്റ്റഡ് ദാറ്റ്, ആ മിഷൻ പറഞ്ഞ എന്താണ്, ഇന്ത്യ ഷുഡ് റിമൈൻ യുണൈറ്റഡ്, ഇന്ത്യ യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം, ആൻഡ് കണ്ടിന്യൂ ഇറ്റ് സെൽഫ് ആസ് എ ലൂസ് കോൺഫെഡറേഷൻ വിത്ത് സം ഓട്ടോണമി ഫോർ മുസ്ലിം മെജോറിറ്റി ഏരിയാസ്. മുസ്ലിം മെജോറിറ്റി ഏരിയാസിന് കുറച്ച് പവർ അവർക്ക് കൊടുത്തിട്ട് എന്താണ്, യുണൈറ്റഡ് ആയിട്ട് തന്നെ ഒരു ലൂസ് കോൺഫെഡറേഷൻ ആയിട്ട് നിൽക്കണം എന്നായിരുന്നു ഈ മിഷൻ്റെ സജഷൻ. ബട്ട് ഇറ്റ് കുഡ് നോട്ട് ഗെറ്റ് ദ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ടു എഗ്രി. എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഇതിനെ എഗ്രി ചെയ്തില്ല. ടു സ്പെസിഫിക് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൊപ്പോസൽ പാർട്ടീഷൻ നൗ ബിക്കെയിം മോർ ഓർ ലെസ് ഇനെവിറ്റബിൾ. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 കൺട്രി ആയിട്ട് മാറാതെ നിവൃത്തിയില്ലാതായി, അല്ലേ? അതിൻ്റെ എന്താണ് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുന്നത് ഇവിടെ എലക്ഷൻ ഡിസ്ട്രിക്ട്സ് ആണ്. വിത്ത് നോ റിസർവേഷൻ ഫോർ എനി റിലീജിയസ് ഓർ അതർ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിക്കോ ഒരു മതത്തിനോ എന്താണ് റിസർവേഷൻ കൊടുക്കാതെ ജനറൽ ആയിട്ട് മത്സരിക്കാൻ പറ്റുന്ന സീറ്റാണ് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പേജ്. ആഫ്റ്റർ ദ ഫെയിലിയർ ഓഫ് ക്യാബിനറ്റ് മിഷൻ, the Muslim League decided to mass agitation for winning its Pakistan demand. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ, അതായത് ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷേഴ്സ് കൊടുത്തയച്ച സെൻഡ് ചെയ്ത ആളുകളുടെ സജഷനായിരുന്നു. ആ സജഷൻ എന്താണ്, യുണൈറ്റ് ആയി നിൽക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് എന്താണ്, അതുകൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, പാകിസ്ഥാൻ എന്നുള്ള ഡിമാൻഡ് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തു, അതായത് അതിൽ ഉറച്ചു നിന്നു. ഇറ്റ് അനൗൺസ്ഡ് 16th August 1946 ആസ് ഡയറക്റ്റ് ആക്ഷൻ ഡേ. അങ്ങനെ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, 16th August 1946 ഡയറക്റ്റ് പ്രവൃത്തി ദിവസമായിട്ട്, ആക്ഷൻ ദിവസമായിട്ട് കണക്കാക്കി. ഓൺ ദിസ് ഡേ റൈറ്റ്സ് ബ്രോക്ക് ഔട്ട് ഇൻ കൽക്കട്ട. ആ ദിവസത്തിൽ മുസ്ലിം റൈറ്റ്സ് എന്ത് ചെയ്തു, അക്രമകാരികൾ എന്ത് ചെയ്തു, കൽക്കട്ടയിൽ അവരുടെ ഫൈറ്റ് അഴിച്ചുവിട്ടു. ലാസ്റ്റിംഗ് സെവറൽ ഡേയ്സ്, കുറച്ച് ദിവസം അത് നീണ്ടു നിന്നു. ആൻഡ് റിസൾട്ടിങ് ഇൻ ദ ഡെത്ത് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. അതിൻ്റെ ഫലമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കൽക്കട്ടയിൽ നിന്ന് എന്ത് ചെയ്തു, ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു, അവരുടെ അക്രമം അഴിച്ചുവിട്ടു. ദെൻ ലാസ്റ്റിംഗ് സെവറൽ ഡേയ്സ്, അല്ലെ, കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നു. ആൻഡ് റിസൾട്ടിങ് ഇൻ ദ ഡെത്ത് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. ആയിരക്കണക്കിന് ആളുകളെ സമയത്ത് മരണമടഞ്ഞു. By March 1947, violence spread to different parts of northern India. Many 100,000 people, അല്ലേ, എന്താണ്, 100 കണക്കിന് ആളുകൾ were killed and numerous women had to face untold brutalities during the partition. ഒരുപാട് ലേഡീസ് എന്ത് ചെയ്തു, അൺടോൾഡ് ബ്രൂട്ടാലിറ്റീസ്, അതായത് അത്രയും ആക്രമണപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ലേഡീസ് ഫേസ് ചെയ്തു. വെൻ ദ പാർട്ടീഷൻ, മില്യൺസ് ഓഫ് പീപ്പിൾ were forced to flee their homes. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ടോൺ അസെൻഡർ ഫ്രം ദെയർ ഹോം ലാൻഡ്സ്. ടോൺ അസെൻഡർ എന്ന് പറഞ്ഞാൽ അവരുടെ വീട് നിൽക്കുന്ന ലാൻഡിൽ നിന്ന് അവർ ഛിന്നം ഭിന്നമായിട്ട് മാറി. എന്താണ്, പലയിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് പോയിട്ട് വന്നു. ദേ വർ റെഡ്യൂസിങ് ബീങ് റെഫ്യൂജീസ് ഇൻ അലൈൻ ലാൻഡ്സ്. പരിചയമില്ലാത്ത പ്ലേസസിൽ അവരെന്ത് ചെയ്തു, അഭയാർത്ഥികളായിട്ട് മാറി, വീടും സ്ഥലവും ഇല്ലാത്തവരുമായിട്ട് മാറി.
ദെൻ പാർട്ടീഷൻ ഓൾസോ മീൻ ദാറ്റ് ഇന്ത്യ ചേഞ്ച്ഡ്. പാർട്ടീഷൻ കാരണം ഇന്ത്യ തന്നെ ചേഞ്ച് ചെയ്തു. മെനി ഓഫ് ഇറ്റ്സ് സിറ്റീസ് ചേഞ്ച്, പല സിറ്റീസും ചേഞ്ച് ചെയ്തു, പുതിയൊരു കൺട്രി ആയിട്ട് മാറി. പാകിസ്ഥാൻ വാസ് ബോൺ. അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞതും പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് കൺട്രി ആയിട്ടത് മാറി. സോ ദ ജോയ് ഓഫ് അവർ കൺട്രീസ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ കെയിം മിക്സഡ് വിത്ത് പെയിൻ ആൻഡ് വയലൻസ് ഓഫ് പാർട്ടീഷൻ. ബ്രിട്ടീഷേഴ്സിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസ് സന്തോഷിക്കേണ്ട സമയമായിരുന്നു, എന്നാൽ സന്തോഷത്തിൻ്റെയും വേദനയുടെയും മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിട്ട് മാറി ഇൻഡിപെൻഡൻസ് ബിക്കോസ് ഓഫ് പാർട്ടീഷൻ. ഓക്കെ, ദിസ് അബൌട്ട് അവർ this chapter. For the exam we need to complete one more chapter that we can study in the next class. I will send the note of the chapter through WhatsApp. If you have any doubt related to this topic, you can ask to me. Okay, thank you.